ഞാൻ പഠിച്ചതും ജോലി ചെയ്തതുമൊക്കെ നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിന്റെ പല ജില്ലകളിലായാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എന്റെ പല സാധനങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ ആത്മാർത്ഥതയോടെ പറയുന്നുണ്ട് എങ്കിലും ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇനി ആ കഥ പറഞ്ഞ് ഞാൻ മടിപ്പിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മടി. നല്ല ഒന്നൊന്നര മടി. മടിയെന്നൊക്കെ ഇത്ര എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾ എന്നെ എടുത്ത് എറിയാൻ വരെ സാധ്യതയുണ്ട്. പേടിക്കണ്ട മക്കളെ, നമ്മളതെല്ലാം പോയി എടുത്തിരിക്കുന്നു. എന്തായാലും കുറെ നാള് കൂടി പോയത് കൊണ്ടാണോ എന്നറിയില്ല, മറന്നുപോയ ഒരുപാട് രുചികൾ തിരിച്ചറിയാൻ, കാണാൻ ആഗ്രഹിച്ച മുഖങ്ങളെ വീണ്ടും ഒന്നുകൂടി കാണാൻ, സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒന്നുകൂടി പുതുക്കാനും ഒക്കെ ഈ യാത്ര കൊണ്ട് സാധിച്ചു. ഈ ബസ്സിലിരുന്ന് ടാറ്റ കാണിക്കുന്നത് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ്. ഞാനൊരു കുട്ടി ടീച്ചർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയാതെ പോയ ഒരു സത്യം മാത്രം. ഇതിനിടയിൽ നമ്മൾ പോയ കാര്യം മറന്നിട്ടില്ല. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ കണ്ടു മറന്നു പോകുന്ന ഒരുപാട് മുഖങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിലൊക്കെ നമ്മളെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ആരൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ ഒരു അവസരം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളും ചില നിമിഷങ്ങളും ഒക്കെയായിരുന്നു ഈ ഒരു യാത്ര. പറഞ്ഞു ഒരുപാട് അങ്ങ് സെന്റി ആയിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടായിരുന്നു. ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, നാം ആയിരുന്ന ചില നിമിഷങ്ങൾ എല്ലാം എന്നും ഒരു വലിയ ഓർമ്മ തന്നെയായിരിക്കും. അല്ലപ്പാ, ഇത് നീ ഏടിയാന്ന് പറഞ്ഞു പോകുന്നു. മനുഷ്യൻ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലുള്ളത് മുഴുവൻ അങ്ങനെ അങ്ങൊരു താളത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ച് നമ്മുടെ കഥയൊന്നും തീരാനായിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് കഥയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.